ഹായ് മക്കളെ, യെസ്, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ എഡ്യൂപോർട്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് കെമിസ്ട്രിയിൽ രണ്ട് ടൈപ്പ് എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യാനുള്ളത് അല്ലേ? ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവിൽ പ്രധാനമായിട്ടും ഈ മൂന്ന് പേരാ: അസിഡിമെട്രി, ആൽക്കലിമെട്രി, പെർമാംഗനോമെട്രി. ഇവിടെ എക്സ്പെരിമെന്റൽ സെഷൻ ഒക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും, പക്ഷേ അവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. സോ അതിന് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ തരുന്നതായിരിക്കും. മക്കൾ ചെയ്യേണ്ട പരിപാടി, മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക, ലൈക്കൊക്കെ ചെയ്തേക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ട് സംശയങ്ങൾ ചോദിക്കണം. അതേപോലെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ആ രൂപത്തിലേക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോവാണ്. അസിഡിമെട്രി, ആൽക്കലിമെട്രി, പെർമാംഗനോമെട്രി, ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കാണുന്നതോട് കൂടി കാര്യങ്ങൾ സെറ്റ് ആയിരിക്കും. അതിന്റെ മുന്നേ നമ്മൾ എപ്പോഴും തരുന്ന സാധനം ഉണ്ടായിരുന്നു, ഇക്വലർ മാസും മോളിക്കുലർ മാസും. ഇത് എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത് പഠിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ഈ ചെയ്ത പല വീഡിയോസിലും ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലാവും. നിങ്ങൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കും. അപ്പൊ നിങ്ങൾ എന്നെ ആലോചിക്കും, നമ്മുടെ എഡ്യൂപോർട്ടിനെ ആലോചിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത്രയും സെറ്റാക്കി തരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്വീകരിക്കുക. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അസിഡിമെട്രിയും ആൽക്കലിമെട്രിയും പെർമാംഗനോമെട്രിയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസ് ആണ്. ഇവിടെ തന്നെ നമ്മൾ ബേസ് ഉണ്ടാക്കി വെക്കണേ. ബേസ് എന്ന് പറഞ്ഞാൽ ആൽക്കലി അല്ല, ബേസ്. അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. മക്കളെ ശ്രദ്ധിച്ചോ. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് സൊല്യൂഷൻ ബോട്ടിലിനെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ പേരാണെന്ത്, ഇയാളെ പേരാണ് സൊല്യൂഷൻ ബോട്ടിൽ. ഓക്കെ, ഈ സൊല്യൂഷൻ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ അത് ഇതിലാണ് തരിക. ആസിഡോ ബേസോ ആവാം. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ ബോട്ടിൽ എന്താ ഉണ്ടാവുക? അൺനോൺ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ പറയുന്ന സൊല്യൂഷൻ ബോട്ടിൽ ഉണ്ടാവുക. അത് ആസിഡ് ആവാം, ബേസ് ആവാം. ഓക്കെ, ആസിഡ് ഓർ ബേസ്. അത് ആസിഡ് അപ്പം ബേസ് അപ്പം എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. റെഡി? ഇനി അതേപോലെ ബീക്കറിലായിരിക്കും നമ്മൾ എന്ത് തരുന്നുണ്ടാവുക? നോൺ സൊല്യൂഷൻ തരുന്നുണ്ടാവുക. എന്താ തരിക? നോൺ സൊല്യൂഷൻ. അതും ആസിഡ് ആവാം അല്ലെങ്കിൽ ബേസ് ആവാം. ഡിപ്പെൻഡിങ് അപ്പോൺ. ഇവിടെ ആസിഡ് ആണെങ്കിൽ ബീക്കറിൽ ബേസ് ആയിരിക്കും, ഇവിടെ ബേസ് ആണെങ്കിൽ ബീക്കറിൽ ആസിഡ് ആയിരിക്കും. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഓക്കെ, ദിസ് ഈസ് ബ്യൂററ്റ് സ്റ്റാൻഡ് ആൻഡ് ദിസ് ഈസ് ബ്യൂററ്റ്. ഇതാണ് ബ്യൂററ്റ്. ബ്യൂററ്റിൽ നമ്മൾ എപ്പോഴും എന്താ എടുക്കുക? ആസിഡ് എടുക്കുക. ഓക്കെ, ബ്യൂററ്റിൽ നമ്മൾ എപ്പോഴും എന്താ എടുക്കുക? ആസിഡ് എടുക്കുക. അപ്പൊ ഇതിലും തന്ന ആസിഡ് നേരെ എങ്ങോട്ട് ആഡ് ചെയ്യുക? ബ്യൂററ്റിലേക്ക്. നേരല്ല, ഇതിൽ തന്നാൽ അത് ഈ പറയുന്ന ഇയാളുടെ പേരാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണ്. ഇയാളുടെ വോളിയം 100 ml ആണ്. സോ നമുക്ക് സൊല്യൂഷൻ ബോട്ടിൽ തരുന്ന ആ ഒരു അൺനോൺ വോളിയം ഉള്ള അൺനോൺ സൊല്യൂഷനെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾ എക്സ്പെരിമെന്റ് കാണുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ആസിഡ് ആണെങ്കിൽ ബ്യൂററ്റിലേക്കും, ബേസ് ആണെങ്കിൽ ഈ പിപ്പറ്റ് വഴി, ഇതാണ് എന്ത്, പിപ്പറ്റ് അല്ലെ? പിപ്പറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കോണിക്കൽ ഫ്ലാസ്കിലേക്കും 250 ml കോണിക്കൽ ഫ്ലാസ്കിലേക്കും നമ്മൾ ആഡ് ചെയ്യും. 250 ml. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പറഞ്ഞു. ഇനി ഒന്ന് ബാക്കിയുള്ള എന്താണ്? ഇതാണ്, ഇയാളുടെ പേരാണ് എന്ത്, വാഷ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വാട്ടർ, വെള്ളം എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ 100 ml മേക്കപ്പ് ചെയ്യുക. ഈ സൊല്യൂഷനെ 100 മേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ മക്കളെ മനസ്സിലാക്കുക, ബ്യൂററ്റ്, പിപ്പറ്റ്, സൊല്യൂഷൻ ബോട്ടിൽ, ബീക്കർ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, കോണിക്കൽ ഫ്ലാസ്ക്, അതേപോലെ തന്നെ വാഷ് ബോട്ടിൽ. ഇത്രയും സാധനമാണ് നമുക്ക് വോളിമെട്രിക് അനാലിസിസിന് വേണ്ട അപ്പാരറ്റസ്. സെറ്റാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെരിമെന്റ് കാണുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഞാൻ പറഞ്ഞത് അസിഡിമെട്രിയും ആൽക്കലിമെട്രിയും എന്താണെന്നാ. അസിഡിമെട്രി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അറിയുന്ന ആളാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ അറിയുന്ന ഒരു ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബേസിന്റെ ആ ഒരു എമൗണ്ട് കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് വിളിക്കുക? അസിഡിമെട്രി എന്ന് വിളിക്കുന്നുണ്ടാവുക. വെരി സിമ്പിൾ. എസ്റ്റിമേഷൻ ഓഫ് മാസ് ഓഫ് ആൽക്കലി അല്ലെങ്കിൽ ബേസ്. ആൽക്കലി, വാട്ടർ സോലുബിൾ ബേസ് ആണ് ആൽക്കലി, യൂസിങ് സ്റ്റാൻഡേർഡ് ആസിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൽക്കലിയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പൊ ആൽക്കലിമെട്രി എന്താ? estimation of mass of acid by using standard alkali. Standard acid ആണെങ്കിൽ acidimetry,
സ്റ്റാൻഡേർഡ് ആൽക്കലി ആണെങ്കിൽ ആൽക്കലിമെട്രി. സെറ്റ് ആണല്ലോ, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുക? ക്വസ്റ്റ്യനിൽ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് NaOH എന്നാണെന്ന് വിചാരിക്കും. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾക്കുള്ള ക്വസ്റ്റ്യൻ NaOH ആണെന്നുണ്ടെങ്കിൽ അത് അസിഡിമെട്രി ആയിരിക്കും. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് NaOH എന്ന് കണ്ടാൽ അസിഡിമെട്രി ആയിരിക്കും. അതിന്റെ ലാസ്റ്റിൽ ഉണ്ടായിരിക്കും എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ഒരു ആസിഡ് എന്നുണ്ടാവും. ഓക്കെ, ഈ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് H2SO4 അങ്ങനെയാണെങ്കിൽ അത് ആൽക്കലിമെട്രിയാ. കാരണം എന്താ? അവിടെ സ്റ്റാൻഡേർഡ് ആരാണ്? ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. എന്തായിരിക്കും? ബേസിക് സൊല്യൂഷൻ. കേട്ടോ, ദാറ്റ്സ് ദ ഡിഫറൻസ്. സോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുക? എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ആസിഡ്, ആൽക്കലിമെട്രി. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ബേസ് എന്തായിരിക്കും? അസിഡിമെട്രി. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആസിഡ്, അസിഡിമെട്രി. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ബേസ്, ആൽക്കലിമെട്രി. പറഞ്ഞു പഠിക്കുക. നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിട്ടെ. റെഡി? ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ ആണ്. ഈ ടേബിൾ പഠിച്ചാൽ അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അസിഡിമെട്രി ഉണ്ട്, ആൽക്കലിമെട്രി ഉണ്ട്, സൊല്യൂഷൻ ബോട്ടിൽ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, ബീക്കർ, ബ്യൂററ്റ്, പിപ്പറ്റ്. അപ്പൊ ഇതിൽ ഓരോന്നിൽ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് വരിക എന്ന് പറയുന്നത്. സൊല്യൂഷൻ ബോട്ടിൽ നമ്മൾ അസിഡിമെട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും ഉണ്ടാവുക? ബേസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ബേസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ബേസ് ആയിരിക്കും. അതേപോലെ ബീക്കറിൽ എന്താ ഉണ്ടായിരിക്കുക? ബീക്കറിൽ ആസിഡ് ആണ്, സ്റ്റാൻഡേർഡ് ആസിഡ് ആണ്. ഓക്കെ, അതേപോലെ ബ്യൂററ്റിലേക്ക് നമ്മൾ എന്താ എടുക്കുക? സ്റ്റാൻഡേർഡ് ആസിഡ് ആണ് എടുക്കുക. പിപ്പറ്റ് വഴി നമ്മൾ എന്തായിരിക്കും എടുക്കുക? ബേസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സൊല്യൂഷൻ ബോട്ടിലുള്ളത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക്. അതേപോലെ തന്നെ അസിഡിമെട്രിന്റെ കേസിൽ ബീക്കറിലുള്ളത് ആസിഡ് ആയതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്യൂററ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആൽക്കലിമെട്രിന്റെ കേസിൽ അങ്ങനെ പറയാൻ പറ്റൂല. റെഡി? ഇനി നമ്മൾ ആൽക്കലിമെട്രിയിലേക്ക് വരുന്ന സമയത്ത് സൊല്യൂഷൻ ബോട്ടിൽ ആരാ ഉണ്ടാവുക? ആസിഡ് ഉണ്ടാവുക. ആസിഡിന്റെ കോൺസെൻട്രേഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ആസിഡിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ വീണ്ടും അവിടെ എന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. ഇത് നമ്മളെ ബീക്കറിൽ എന്താ നമുക്ക് തരിക? ബേസ് ആണ് തരുന്നുണ്ടാവുക. ദെൻ ബ്യൂററ്റിൽ എപ്പോഴും ആസിഡ് ആണ് എടുക്കുക. അവിടെ വീണ്ടും നമ്മൾ ആസിഡ് എടുക്കുന്നു. അതേപോലെ നമ്മൾ പിപ്പറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കും? പിപ്പറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ബേസ്, എവിടെ ഉള്ള? ബീക്കറുള്ള ബേസ് ആണ്. സോ ഇവിടെ ആസിഡ് ആണ് ബീക്കറിൽ. ഓക്കെ, സോ ഇവിടെ ബേസ് ആണ് എന്ത്? ബീക്കറിൽ. അപ്പൊ ആ ഒരു ഡിഫറൻസ് മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഇത് കിട്ടിയാൽ അസിഡിമെട്രിയും ആൽക്കലിമെട്രിയും ഈസ് വെരി 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 സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈട്രേഷൻ, വോളിമെട്രിക് അനാലിസിസിൽ എൻഡ് പോയിന്റിനെ പറഞ്ഞിരുന്ന ആൾക്കാരാണ് എന്ത്? നമ്മൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ്. പ്രധാനമായിട്ടും രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫിനോഫ്തലീൻ. ഫിനോഫ്തലീൻ എന്ന് പറഞ്ഞാൽ അസിഡിക് സൊല്യൂഷനിൽ കളർ ഉണ്ടാവില്ല, പക്ഷെ ബേസിക് സൊല്യൂഷനിൽ പിങ്ക് കളർ ആയിരിക്കും. സോ ഫിനോഫ്തലീൻ ആസിഡിൽ കളർലെസ്സും ബേസിൽ പിങ്കും ആണ്. ഇനി നമ്മൾ ഈ പറയുന്ന മിഥൈൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ അസിഡിക് സൊല്യൂഷനിൽ ഓറഞ്ച് റെഡും, ബേസിക് സൊല്യൂഷനിൽ അതെന്തായിരിക്കും? ഗോൾഡൻ യെല്ലോയും ആയിരിക്കും. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൽക്കലിയിൽ ഗോൾഡൻ യെല്ലോ, ആസിഡിൽ ഓറഞ്ച് റെഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് മനസ്സിലാക്കണത്? എൻഡ് പോയിന്റ്, ആ റിയാക്ഷന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള വോളിയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി തരുന്നതാണ് നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ്. സോ ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് ആ ഒരു പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വേഷൻ ആണ്. ഞാൻ ഇവിടെ 4 സെറ്റ് കാര്യങ്ങൾ തരുന്നുണ്ട്. ആസിഡും ബേസും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ, സാൾട്ടും വാട്ടറും കിട്ടും അല്ലെ. സോ ആ ഇക്വേഷൻസ് മക്കൾ പഠിച്ചു വെക്കുക. ഇവിടെ എന്താ ഇക്വേഷൻ വരിക? ഇവിടെ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ്? HCl plus NaOH gives NaCl plus H2O. കണ്ടോ? അതേപോലെ രണ്ടാമത്തെ കേസിലേക്ക് വരുന്ന സമയത്ത് H2SO4 plus KOH gives K2SO4. കാരണം SO4 2- K+ ആണ് അല്ലെ. ഇവിടെ K+ ഇവിടെ എന്താണ്? SO4 2- ആണ്. സോ അവരുടെ കെമിക്കൽ ഫോർമുല ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ K2SO4 എന്നാണ് കിട്ടുക. സോ ഇവിടെ ഒരു 2KH ഉണ്ടാവും, പ്ലസ് ആരാണ്? 2H2O. റെഡി? നെക്സ്റ്റ് KOH HNO3 ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. KOH plus HNO3 gives KNO3 because NO3- K+ ആണ്. ബാക്കി ആരുണ്ടാവുക? H2O. അങ്ങനെ ആസിഡും ബേസും നമ്മളെ റിയാക്ഷൻസ് ആണ്. അവസാനമായിട്ട് നമ്മൾ പറയുന്നു Na2CO3 സോഡിയം കാർബണേറ്റ് പ്ലസ് H2SO4 എന്ന് പറയുമ്പോൾ ഇത് 2- കാർബൺ 2- ആണ്, സോഡിയം പ്ലസ് ആണ് അല്ലെ.
അപ്പൊ ഇവിടെ കിട്ടുക വളരെ സിമ്പിൾ ആണ്. Na2CO3 Na2CO3 അല്ല, Na2SO4 പ്ലസ് H2CO3 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ H2O പ്ലസ് CO2 എന്നും കൊടുക്കാവുന്ന. സോ ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ എഴുതേണ്ടത്. സോ ഇങ്ങനെ റിയാക്ഷൻ എഴുതാൻ എന്താണ് പ്രിൻസിപ്പിൾ ആണ്. സോ അസിഡിമെട്രി ആണെങ്കിലും ആൽക്കലിമെട്രി ആണെങ്കിലും പ്രിൻസിപ്പിൾസിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആസിഡ് ബേസ് റിയാക്ഷൻ, സാൾട്ട് പ്ലസ് വാട്ടർ, ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് അസിഡിമെട്രിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ അസിഡിമെട്രി. അപ്പൊ ഞാൻ ആ പറഞ്ഞ പോയിന്റ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വീണ്ടും വരിക. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയം വെറുതെ കളയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കിയാൽ മതി. സെറ്റല്ലേ? ഇനി പെർമാഗ്നോമെട്രി. പെർമാഗ്നോമെട്രി ആ പേര് തന്നെയുണ്ട്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്. അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും അതേപോലെ തന്നെ നമ്മുടെ ന്യൂട്രൽ മീഡിയത്തിൽ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, D&F ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു നേച്ചർ കാരണം നമുക്കിവിടെ ഇൻഡിക്കേറ്റർ പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്, ശരിക്കും റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് റിഡക്ഷനും അയാളെ കൂടെ റിയാക്ട് ചെയ്യുന്ന ആളെ അയാൾ ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ നടക്കുന്ന റിയാക്ഷൻ ആണ് വിളിക്കുക പെർമാഗ്നോമെട്രി എന്ന് വിളിക്കുക. ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എസ്റ്റിമേഷൻ ഓഫ് മാസ് ഓഫ് മോർ സാൾട്ട് FeSO4 ഫെറസ് സൾഫേറ്റ് ഓക്സാലിക് ആസിഡ് ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് KMnO4. അതാണ് എന്ത് പെർമാഗ്നോമെട്രി നമുക്ക് +2 ചെയ്യാനുള്ളത്. It involves redox reaction in which KMnO4 is the oxidizing agent. KMnO4 oxidizing agent ആയിട്ട് വരുന്ന ഒരു redox chemical reaction ആണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അസിഡ് മീഡിയത്തിൽ നമ്മുടെ പൊട്ടാഷ്യം പെർമാഗ്നേറ്റിന്റെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ഓക്സിഡൈസിംഗ് ആക്ഷൻ നമുക്കറിയാം. ഇങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാവുക. MnO4 minus plus 8H plus plus 5 electron gives Mn2 plus plus 4H2O എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മുടെ ഓക്സാലിക് ആസിഡ് ആയിട്ടും മോർ സാൾട്ട് ആയിട്ടും ഫെറസ് സൾഫേറ്റ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുക. ബാക്കി കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പെർമാഗ്നോമെട്രിന്റെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താണെന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇനീഷ്യലി പറയാനുള്ള കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും KMnO4 ബ്യൂററ്റിലാണ് എടുക്കുന്നുണ്ടാവുക. എപ്പോഴും KMnO4 എവിടെ എടുക്കുക, ബ്യൂററ്റില്. നമുക്ക് സൊല്യൂഷൻ ബോട്ടിലായിരിക്കും എന്ത് തരുന്നുണ്ടാവുക, ഈ കാണുന്ന സൊല്യൂഷൻസ് എവിടെ നമുക്ക് തരിക, സൊല്യൂഷൻ ബോട്ടിലാണ് തരിക. ഈ സൊല്യൂഷൻ ബോട്ടിലാണ് നമുക്ക് തരുന്നുണ്ടാവുക. ആ സൊല്യൂഷൻ ബോട്ടിലുള്ള സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മാറ്റും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു നോൺ വോളത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ച് പിപ്പറ്റ് ചെയ്യും. അപ്പൊ പിപ്പറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് എന്ത്, മോർ സാൾട്ട് FeSO4 ഓക്സാലിക് ആസിഡ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്തില്ല, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല. അതേപോലെ വാട്ട് ഈസ് എൻഡ് പോയിന്റ്, പൊട്ടാഷ്യം പെർമാഗ്നേറ്റിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് വയലറ്റ് അല്ലെങ്കിൽ ഡീപ്പ് പർപ്പിൾ കളറാണ്. ആ ഡീപ്പ് പർപ്പിൾ കളർ ഒരു പെർമനന്റ് പെയിൽ പിങ്ക് ആവുന്നവരെ, അതായത് നമ്മളെ ഈ സൊല്യൂഷൻസിൽ ഒന്നും കളർ ഉണ്ടാവില്ല, അതിലേക്ക് പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ഒരു പെർമനന്റ് പെയിൽ പിങ്ക് കളർ ഈ കാണുന്ന സൊല്യൂഷൻസിൽ അപ്പിയർ ചെയ്യുക, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി എടുക്കുക. ഇവർക്കൊന്നും കളർ ഇല്ല. അപ്പൊ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ വിപ്പിറ്റ് ചെയ്ത സൊല്യൂഷനിലേക്ക് നമ്മൾ പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു മൊമെന്റ് എത്തുന്ന സമയത്ത് അവിടെ ഒരു കളർലെസ് സൊല്യൂഷൻ എന്താവും, ഒരു പെയിൽ പിങ്ക് കളറിലേക്ക് വരും. സോ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് ദി എൻഡ് പോയിന്റ്. കിട്ടിയോ? റെഡി. ഇനി ഞാൻ പറയുന്നത് പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ ഇക്വേഷൻ, MnO4 minus plus 8H plus plus 5 electron gives Mn2 plus plus 4H2O. ഈ ഇക്വേഷൻ പഠിക്കുക. ഇവിടെ മോർ സാൾട്ട് ആണെങ്കിലും FeSO4 ആണെങ്കിലും ഇത് ചെയ്യണം എന്താ വെച്ചാൽ പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് Fe2 പ്ലസിനെ Fe3 പ്ലസ് ആക്കാണ് ചെയ്യുന്നത് അല്ലെ. സോ നമ്മൾ ഇക്വേഷൻ കൊടുക്കാൻ പറ്റും. Fe2 plus gives ഓക്സിഡേഷൻ ആണ്. Fe2 plus gives Fe3 plus ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ സെയിം ആക്കണ്ടേ. സോ ഇവിടെയും ഇവിടെ എന്ത് ചെയ്യുക, ഇൻറ്റു 5 ചെയ്യുക. അപ്പൊ എന്താ കിട്ടുന്ന അറിയോ മക്കളെ, നോക്കിക്കോ. MnO4 minus plus 5 Fe2 plus 8H plus gives 5 ഇലക്ട്രോൺസ് കട്ട് ചെയ്ത് പോകും. ബാക്കി Mn2 plus 5 Fe3 plus 4H2O. ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ. ഇത് എഴുതിയോ മാർക്ക് കിട്ടും. ഓക്കെ, സോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീജിയർ എഴുതാൻ മേ ബി ടീച്ചർ പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ വരും. ശരിക്കും നമ്മൾ പ്രൊസീജിയർ എഴുതേണ്ടത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. എന്നാലും മക്കൾ എന്ത് മനസ്സിലാക്കി വെച്ചോ. എന്നിട്ട് ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞ സമയത്ത് സെയിം ഇക്വേഷൻ ആണ്. എന്താണ്, MnO4 minus plus 8H plus 5 electron gives Mn2 plus
4H2O. റെഡി? ഇനി ഓക്സാലിക് ആസിഡ് സംഭവിക്കണം എന്താ വെച്ചാൽ ഓക്സലേറ്റ് അയോൺ C2O4 2- കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറുന്ന റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 5 ഇലക്ട്രോൺസിനും അതേപോലെ തന്നെ 2 ഇലക്ട്രോൺസിനെയും സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ 2 കൊണ്ടും ഇതിനെ നമ്മൾ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നോക്കുക 2MnO4 plus 16H plus 5C2O4 2- gives എന്താ കിട്ടുക? 2Mn2 plus 10CO2 plus 5 അല്ല സോറി 10CO2 plus 8H2O എന്താ കിട്ടുക? 8H2O. കണ്ടോ? അപ്പൊ ഈ 2 ഇക്വേഷൻസ് മക്കൾ എന്ത് ചെയ്തോ? പഠിച്ചു വെച്ചോ. ഒന്നെങ്കിൽ ഈ 2 ഇക്വേഷൻസ് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം, നിങ്ങളെ ഇഷ്ടം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് എന്ത് പെർമാഗ്നോമെട്രി. 3 ടൈപ്പ് റിയാക്ഷൻസ് ആണ് പൊതുവെ ഉണ്ടാവല്. നമുക്ക് 2 ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഓക്സാലിക് ആസിഡ്, അല്ലെങ്കിൽ മോർസാൾട്ടോ, അല്ലെങ്കിൽ ഫെറസൾഫേറ്റ്. ചില സ്കൂളുകളിൽ ഫെറസൾഫേറ്റും അതേപോലെ തന്നെ FeSO4 ചെയ്യലുണ്ട്. അവിടുത്തെ വ്യത്യാസം മോർസാൾട്ടിന്റെ ഈക്വൽ മാസ് 392, ഫെറസൾഫേറ്റിന്റെ ഫെറസൾഫേറ്റ് 278. ഫെറസൾഫേറ്റ് ഹെക്സാഹൈഡ്രേറ്റ് ആണ്. ഹെക്സാഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരുന്നു? ഫെറസൾഫേറ്റ് ഹെക്സാഹൈഡ്രേറ്റ് അല്ല. FeSO4.7H2 എന്നുള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 278, വെറും FeSO4 ആണെന്നുണ്ടെങ്കിൽ അവിടെ 152 ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. സോ ഇതാണ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ഉള്ളത്. അപ്പൊ നമ്മൾ അസിഡിമെട്രിനെ കുറിച്ചിട്ടും ആൽക്കലിമെട്രിനെ കുറിച്ചിട്ടും പെർമാഗ്നോമെട്രിയെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഡിഫറൻസ് മനസ്സിലാക്കുക. എക്സാമിന് പൊതുവെ എല്ലാവരും വെക്കാറുള്ളത് അസിഡിമെട്രി തന്നെയാണ്. ചില സ്കൂളുകളിലൊക്കെ പെർമാഗ്നോമെട്രി വെച്ച് കാണുന്നുണ്ട്. ഡിപ്പെൻസ്. നിങ്ങൾ ടീച്ചർ ആദ്യം പറഞ്ഞുതരും ഏതാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് പറയുന്നതായിരിക്കും. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് തന്നെ പോവാം. സോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വാല്യബിൾ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക. അപ്പൊ നമ്മൾ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മളെയും കൂടെ നിൽക്കുക. സോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീണ്ടും ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്.